എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചത്തപ്പച്ച, ബൾട്ടി, ബേബികൾ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ബേബികൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകന സിനിമയാണ് ബേബികൾ. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മൾട്ടി ലാംഗ്വേജിലാണ് ബേബികൾ റിലീസായിരിക്കുന്നത്. ഇന്ന് സോണി ലീവിലാണ് സിനിമ ഇറങ്ങിയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തലൈവർ തമ്പി തലൈമേൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ജീവിയാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ സിനിമയാണിത്. ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളം ഭാഷയിലും TTT റിലീസായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാദൃശ്യാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ദേവ്ഗി സഞ്ജയ്, അർജുൻ അശോകനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് വൺസ് അപ്പോൺ ടൈം ഇൻ കൊച്ചി. ഈ സിനിമയുടെ OTT ഇതുവരെ റിലീസായിട്ടില്ല. ഇപ്പോഴിതാ മനോരമാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലക്കി എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹോട്ട്സ്റ്റാറിൻ്റെ സീരീസാണ്. GV പ്രകാശാണ് സീരീസിലെ നായകൻ. അതുപോലെ മലയാളം ആക്ടർ അനശ്വരയുമുണ്ട്. ഈ സീരീസ് അടുത്ത ആഴ്ചയാണ് OTT റിലീസ്. ഫെബ്രുവരി 20-നായിരിക്കും ലക്കി സീരീസ് ഹോട്ട്സ്റ്റാറിൽ വരുന്നത്. മലയാളം ഭാഷയിലും സീരീസ് റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് തങ്കമണിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ദിലീപാണ് സിനിമയിലെ നായകൻ. ഇത്രയും കാലമായിട്ട് തങ്കമണി OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ തങ്കമണിയുടെ OTT അവകാശം ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. കേരളത്തിലുണ്ടായ ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പ്രകമ്പനം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് യുവതാരങ്ങൾ അഭിനയിച്ച സിനിമയാണ് പ്രകമ്പനം. തിയേറ്ററുകളിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചില്ല. എവറേജ് അഭിപ്രായമാണ് പ്രകമ്പന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. C5 ആണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി പ്രകമ്പന സിനിമ OTTയിൽ റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബസൂക്ക സ്വന്തമാക്കിയത്. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു. മമ്മൂട്ടി നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടും സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ബസൂക്കയുടെ OTTക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് ബസൂക്ക OTTയിൽ വന്നിട്ടില്ല. ഇപ്പോഴിതാ C5-ൽ ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി ബസൂക്ക സിനിമ C5-ൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണിമുകുന്ദനാണ് സിനിമയിൽ നായകൻ. ഫാമിലിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ഗെറ്റ് സെറ്റ് ബേബി വിജയിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫാമിലി കോമഡി മൂവി. പക്ഷേ ഇത്രയും വിജയിച്ചിട്ടും സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടില്ല. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി ഗെറ്റ് സെറ്റ് ബേബി OTTയിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് മാരുവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രജിത്ത് അടക്കം ഒരുപാട് പേര് മാരുവിലും ഗോപുരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു മാരുവിലും ഗോപുരങ്ങൾ. പക്ഷേ സിനിമയ്ക്ക് ഇതുവരെ OTT റിലീസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് മാരുവിലും ഗോപുരങ്ങൾ സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ ഫെബ്രുവരി മാസത്തിൽ ആമസോൺ പ്രൈമിൽ സർപ്രൈസായിട്ട് മാരുവിലും ഗോപുരങ്ങൾ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനിക നായകനായ സിനിമയാണ് ബൾട്ടി. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. പക്ഷേ സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഷൈനികം നല്ല ആക്ഷൻ രംഗങ്ങളാണ് ബൾട്ടി സിനിമയിൽ കാഴ്ചവെച്ചത്. ഇപ്പോഴിതാ ബൾട്ടി സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ബൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. സർപ്രൈസായിട്ട് ഫെബ്രുവരി മാസത്തിൽ ബൾട്ടി സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചത്തപ്പച്ച എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല ഹൈപ്പോട് കൂടിയാണ് ചത്തപ്പച്ച റിലീസിനെത്തിയത്. കാരണം മമ്മൂട്ടി സിനിമയിൽ കാമിയോ റോളിൽ ഉണ്ടായിരുന്നു. പക്ഷേ മമ്മൂട്ടിക്ക് ഒരുപാട് ട്രോളുകളാണ് ചത്തപ്പച്ചയിൽ ലഭിക്കേണ്ടി വന്നത്. കാരണം മമ്മൂട്ടി ഉപയോഗിച്ച ഭാഷ തന്നെ. ഇപ്പോഴിതാ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ചത്തപ്പച്ചയുടെ OTT അവകാശം സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. അർജുൻ
അശോകൻ, റോഷൻ മാത്യു തുടങ്ങി ഒരുപാട് പേര് ചത്തപ്പച്ചയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി ചത്തപ്പച്ച സോണി ലീവിൽ OTT റിലീസ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.